കാനഡയിലെ പ്രശസ്തമായ മ്യൂസിയമായ റോയൽ ഒന്റാരിയോ മ്യൂസിയം വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നോർത്ത് അമേരിക്കയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് മ്യൂസിയമാണിത്. ഇതിനുള്ളിൽ ഡൈനോസറുകളുടെ ഫോസിൽ തുടങ്ങി മറ്റനേകം കാഴ്ചകളുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ വാ കാണാം. ടൊറന്റോയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലം, ROM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റോയൽ ഒന്റാരിയോ മ്യൂസിയം. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ആദ്യം കണ്ണിയപ്പെടുന്ന അതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറാണ്. ഇത്രയും മനോഹരമാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫ്ലോർസും ഒരുപാട് ഗാലറീസും ഉണ്ട് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുന്ന ഒരു ഡൈനോസർ എക്സിബിറ്റിലേക്കാണ്. അതായത് T-Rex എന്ന് പറയുന്ന ഒരു ഡൈനോസറിൻ്റെ ഒരു വലിയൊരു ഫോസിലാണ് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇവയൊക്കെ നമ്മുടെ ഇവിടെ ഒരിക്കൽ ജീവിച്ചിരുന്ന സംഭവങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ശരിക്കും പറഞ്ഞ ഈ മ്യൂസിയം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഒരു ലോകം ഫുൾ ചുറ്റിയതുപോലെ ഒരു ഫീലാണ്. കാര്യം എന്താ വെച്ചാൽ പല രാജ്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ ഇവിടെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്കൾപ്ചേഴ്സ്, അതായത് പുരാതന ബ്രോൺസ്, പിന്നെ പല പല ടെക്സ്റ്റൈൽ സാധനങ്ങൾ, പല രാജ്യക്കാരുടെ, ചൈന, ഈജിപ്റ്റ്, ആഫ്രിക്ക, യൂറോപ്പ് എന്ന് വേണ്ട പല ഓരോ രാജ്യങ്ങളുടെയും ആ കൾച്ചർ, അതിൻ്റെ പ്രത്യേകതകൾ, ആ രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഓരോ ഗാലറിയിൽ അവർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് സ്റ്റഫ്ഡ് അനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ടാക്സിഡെർമി സ്പെസിമെൻസ് എന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. കാരണം അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന തോന്നാത്ത രീതിയിൽ അതിൻ്റെ എക്സ്പ്രഷൻസ്, അതിൻ്റെ പോസ്റ്റ്, ഈവൻ ഐസ് വരെ ഒരു ലൈക്കായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഏകദേശം തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാ ജീവികളും, ലോകത്തെമ്പാടുമുള്ള പല പല ജീവികളുടെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള മോഡൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പലതും എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ആണ്. പലതും ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഇല്ല. അതുവരെ ഇവരത് പ്രിസർവ് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് റെഫ്ലേഷ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവായിട്ടുള്ള റെഫ്ലേഷ്യ നമുക്ക് കാണാൻ പറ്റി. കുഞ്ഞുങ്ങൾക്കുള്ള ഒത്തിരി സ്പെഷ്യൽ സോൺസ് ഉണ്ട് കേട്ടോ ഇവിടെ. കാര്യം ഒത്തിരി കാര്യങ്ങൾ, കാരണം വർക്ക്ഷോപ്പുകൾ, ഫോസിൽ ഡിഗിങ് ഏരിയാസ്, പിന്നെ എന്താ പറയുക, ഒരുപാട് ഗൈഡ്സ് അവിടെ ഇരിക്കുന്നുണ്ടാവും, ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർത്തൂന് അത് ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റും അവരുടെ ക്യൂരിയോസിറ്റി ലെവല് ഒത്തിരി കാര്യങ്ങൾ. ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഈ മ്യൂസിയത്തിൽ പോയപ്പം ഓരോന്നും തൊട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ എന്താ പറയുക, വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കുവാണല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ അവൾ ഒരു കാര്യം എടുത്ത് കൈ വെച്ചിട്ട് വാട്ട് ഇസ് ദിസ് എന്ന് ചോദിച്ചപ്പം എടുത്തു പറയാണ്, ഇതാണ് ഫോസിൽ പൂപ്പ് എന്ന് പറയാണ്. അതായത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അപ്പി, ഏതോ കാലത്ത് ഫോസിലായി മാറിയ ഒരു മല വിസർജ്യമാണ് അവരത് ഫോസിലാക്കി വെച്ചിട്ട്. ശരിക്കും അപ്പോൾ അത് കാർത്തൂന് അത്ഭുതം തോന്നി. അപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഫോസിൽ എന്ന് പറഞ്ഞ് എല്ലുകൾ മാത്രമാണുള്ളൂ, അല്ലെങ്കിൽ കുറേ അസ്ഥികൂടങ്ങളാണ് ഫോസിൽസ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മാറ്റാൻ പറ്റും.